നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 27. അങ്ങനെ രാവിലെ നമ്മൾ കണ്ട പോലെ തന്നെ ഇന്ന് സെൻസെക്സിന്റെ മന്ത്ലി എക്സ്പയറി ആയിരുന്നു. ആയതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റിൽ അത് ശക്തമായ വോൾട്ടാലിറ്റിക്കും ഇടയാക്കി. എങ്കിലും CSA ക്ലോസിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ മാർക്കറ്റിൽ പ്രതീക്ഷിച്ച പോലെ ശക്തമായിട്ടുള്ള ഒരു ഉയർച്ച താഴ്ച അനുഭവപ്പെട്ടില്ലെങ്കിൽ കൂടിയിട്ടും CSA ക്ലോസിംഗിന്റെ ഫലമായിട്ട് സെൻസെക്സിന് അതിന്റെ മന്ത്ലി എക്സ്പയറി 77,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നപ്പോൾ നിഫ്റ്റിക്ക് 24,100 എന്ന ലെവലിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെട്ടു. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് വീണ്ടും ദുർബലത നേരിടേണ്ടി വന്നതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കുകയും ചെയ്യാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു നിഫ്റ്റിയിലൊക്കെ ഇന്നത്തെ ഡേ ഹൈയും 24,200നും 24,120 എന്നീ ലെവലുകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ മാർക്കറ്റിന്റെ ഭൂരിഭാഗം സമയത്തും നിഫ്റ്റിയിൽ ട്രേഡിംഗ് നടത്തിയതെങ്കിൽ കൂടിയിട്ടും CSA ക്ലോസിംഗിന്റെ ഭാഗമായിട്ടാണ് അവസാന മിനിറ്റിൽ 24,100 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടും വന്നിരുന്നത്. തുടർന്ന് ഇന്ന് നിഫ്റ്റിക്ക് 116 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 24,090 എന്ന ലെവലിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 539 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 76,933 എന്ന നിലയിലായിട്ടും ബാങ്ക് നിഫ്റ്റിക്ക് 273 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ബോർഡർ മാർക്കറ്റ്സിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് 0.13% നേരിയ നഷ്ടത്തോടുകൂടിയും മിഡ് ക്യാപ്പിന് ഫ്ലാറ്റായിട്ടാണെങ്കിലും നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി തന്നെയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും 1,139 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 2,049 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. അദാനി എന്റർപ്രൈസസ്, കൊട്ടാക് മഹേന്ദ്ര ബാങ്ക്, അദാനി പോർട്സ്, സിപ്ല, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50ലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, M&M, ശ്രീറാം ഫൈനാൻസ്, HCL ടെക് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഇന്ന് ഒട്ടുമിക്ക പ്രധാനപ്പെട്ട മേഖലകൾക്കും നഷ്ടത്തോടുകൂടി തന്നെയാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നതും. ബാങ്ക്, ഫൈനാൻസ്, ഓട്ടോമൊബൈൽസ്, IT, മെറ്റൽ ആൻഡ് മൈനിങ്, ഓയിൽ ആൻഡ് ഗ്യാസ്, FMCG, കെമിക്കൽസ്, ടെലകോം തുടങ്ങിയ പ്രധാനപ്പെട്ട മേഖലകൾക്ക് നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഹെൽത്ത് കെയർ, ക്യാപിറ്റൽ ഗുഡ്സ്, പവർ, ഇൻഫ്രാസ്ട്രക്ചർ, റിയാലിറ്റി തുടങ്ങിയ ചുരുക്കം ചില മേഖലകളൊക്കെ നേട്ടത്തോടുകൂടി ഇന്ന് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായുള്ളൂ. നിഫ്റ്റി ITക്ക് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കാണുകയുണ്ടായി. ADR സ്റ്റോക്സിൽ ഇൻഫോസിസിലൊക്കെ ശക്തമായ ഇടിവായിരുന്നു നേരിട്ടിരുന്നത്, ഏകദേശം 2%. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് IT മേഖലയ്ക്ക് നേരിയ നഷ്ടത്തോടുകൂടി തന്നെയാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നതെങ്കിലും ഇൻഫോസിസിന് ഏകദേശം 0.25% ഇടിവ് മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിൽ അനുഭവപ്പെട്ടതുമുള്ളൂ. ചൊവ്വ ബുധൻ ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് എണ്ണയുടെ വിലയിലുണ്ടായ ഇടിവിനെ തുടർന്ന് ഇന്ത്യൻ രൂപയ്ക്ക് $നെതിരെ ഏകദേശം 40 പൈസയിലേറെ നേട്ടം 2 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് കൈവരിക്കുവാനായതെങ്കിൽ ഇന്ന് വീണ്ടും $നെതിരെ ദുർബലത ഇന്ത്യൻ രൂപയ്ക്ക് നേരിടുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ടും സാധിക്കുക. തുടർന്ന് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 14 പൈസയുടെ നഷ്ടമാണ് നേരിടേണ്ടതായിട്ടും വന്നത് $നെതിരെ. ചൈനീസ് നിർമ്മിത പവർ ടൂൾസുകൾക്ക് US നിരോധനം ഏർപ്പെടുത്തിയേക്കാമെന്നുള്ള റിപ്പോർട്ട്സുകൾ വരികയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ പവർ ടൂൾ മേക്കേഴ്സിന്റെ സ്റ്റോക്കിൽ ഏകദേശം 4%-ലേറെ ഉയർച്ചയും ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. ഇന്ന് ഒട്ടുമിക്ക റെയിൽവേ സ്റ്റോക്കുകളിലും നേരിയ ഉയർച്ച പ്രകടമായിരുന്നു. ഇതിലേക്ക് നയിച്ചത് രാജ്യത്തിലെ തിരക്കേറിയ 7 റെയിൽവേ പാതകൾ 4 വരി പാതകളാക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വന്നതിനെ തുടർന്നാണ് ഇന്ന് ഒട്ടുമിക്ക റെയിൽവേ സ്റ്റോക്കുകളിലും നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതും. ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നു. അതായത് സ്റ്റോക്കുകളുടെ ടിപ്സ് അല്ല, സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ നൽകാറില്ല. ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് പൊതുവായിട്ട് വരുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും വാർത്തകളും അതുപോലെ തന്നെ ഉള്ളപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യപ്പെടുന്നുമുണ്ട്. നിരന്തരം അപ്ഡേറ്റ്സുകൾ ലഭ്യമാകുന്നില്ലെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നാൽ മാത്രമേ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് വരികയുമുള്ളൂ. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് തന്നെ ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്തു വെക്കാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ വീണ്ടും ഇടിവിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു US ഇന്നലെ ജൂലൈ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ പ്രതീക്ഷിച്ചതിനേക്കാളും ചൂടുപിടിച്ച അവസ്ഥയിലാണ് ആക്ച്വലി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. ഇതിനെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റുകൾക്ക് വീക്ക്നെസ് അനുഭവപ്പെട്ടു. അതിന് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കുവാൻ പ്രധാനമായും കാരണമാക്കി മാറ്റിയത് FMCG, ഓട്ടോ തുടങ്ങിയ മേഖലയിൽ അനുഭവപ്പെട്ട ശക്തമായ
ശക്തമായ സെല്ലിംഗ് പ്രഷർ തന്നെയാണ്. ഇരു മേഖലകൾക്കും ഇന്ന് 0.5% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ നേരിടേണ്ടതായിട്ടും വന്നു. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിലെ നമ്പർ 1 സ്റ്റോക്കായ HDFC ബാങ്കിന്റെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് 2% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുക മാത്രമല്ല 2% നഷ്ടത്തോടു കൂടിയിട്ടാണ് സ്റ്റോക്ക് ഇന്ന് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. മാത്രമല്ല 710 എന്ന 52 വീക്ക് ലോയും ഇന്ന് സ്റ്റോക്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇന്ന് HDFC ബാങ്കിന്റെ സ്റ്റോക്കിൽ 2% ഇടിവിന് കാരണമായ ഘടകം എന്താണെന്ന് സ്റ്റോക്കിംഗ് ന്യൂസിൽ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. ആയതിനാൽ തന്നെ ഇന്ന് ഇന്ത്യൻ ഹെവി വെയ്റ്റ് സ്റ്റോക്കിൽ അനുഭവപ്പെട്ട 2% ഇടിവും ഇന്നലെ US മാർക്കറ്റിൽ ജൂലൈ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ ഹോട്ടായിട്ട് വന്നതിനെ തുടർന്ന് US മാർക്കറ്റിൽ അനുഭവപ്പെട്ട ദുർബലത ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലും അനുഭവപ്പെടുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ടും സാധിക്കുക. എസ്പെഷ്യലി നമ്മൾ രാവിലെ കണ്ടിരുന്നു US മാർക്കറ്റുകൾക്ക് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും പിന്നീട് US മാർക്കറ്റുകൾ അടച്ചതിന് ശേഷം വേൾഡിൽ വെച്ച് നമ്പർ 1 സ്റ്റോക്കായ Nvidia'യുടെ ക്വാർട്ടർലി ഏർണിംഗ്സിൽ നിക്ഷേപകരെ അത്ഭുതപ്പെടുത്തുവാനായതിന്റെ ഫലമായിട്ട് യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഇന്ന് രാവിലെ നമ്മുടെ മാർക്കറ്റ് വ്യാപാരം ആരംഭിക്കുന്ന സമയത്ത് ഏകദേശം 200-ലേറെ പോയിന്റുകളുടെ നേട്ടത്തിലായിരുന്നു. എന്നാൽ വീണ്ടും യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറിൽ നിന്നും ഇന്നത്തെ ട്രേഡിംഗ് പുരോഗമിച്ചപ്പോൾ ആ നേട്ടങ്ങളൊക്കെ ചോർന്നു പോയിക്കൊണ്ട് നിലവിൽ 34 പോയിന്റുകളുടെ ഇടിവാണ് അനുഭവപ്പെടുന്നതും. കൂടാതെ ഇന്ന് യൂറോപ്യൻ മാർക്കറ്റ്സിലും നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് അനുഭവപ്പെടുന്നത്. UK മാർക്കറ്റിന് 0.5%-യും ഫ്രാൻസ് മാർക്കറ്റിന് 1%-ലേറെയും നഷ്ടത്തോടുകൂടി ട്രേഡ് ചെയ്യപ്പെടുമ്പോൾ ജർമ്മൻ മാർക്കറ്റ് 0.5%-ലേറെ നേട്ടത്തോടു കൂടിയിട്ടുമാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിലും പൊതുവെ നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ മാസം അതായത് ജൂലൈ 29-ാം തീയതി നിഫ്റ്റിയിലുണ്ടായ ശക്തമായ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന്റെ ഫലമായിട്ട് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലേക്ക് ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷം നിഫ്റ്റിക്ക് മറികടക്കുവാനായിരുന്നു. തുടർന്ന് ഏകദേശം 3-4 ട്രേഡിംഗ് സെഷനുകൾ അടുപ്പിച്ച് ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ നേട്ടം കൈവരിച്ചുകൊണ്ട് 24,774 എന്ന ലെവലിലേക്ക് അപ്പർ സൈഡിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചെങ്കിലും പിന്നീട് ഇതേപോലെ തന്നെ രണ്ടാഴ്ചകൾക്ക് മുന്നേ മുതൽ നേരിയ തോതിലുള്ള ഇടിവായിരുന്നു ദിനം പ്രതി ഇന്ത്യൻ മാർക്കറ്റ് അനുഭവപ്പെട്ടതും. ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തുടർച്ചയായി 9 ട്രേഡിംഗ് സെഷനുകളിൽ ഇന്ത്യൻ മാർക്കറ്റ് നേരിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് പ്രീവിയസ് ഡേയുടെ ഹൈക്ക് മുകളിലായിട്ട് ഈ 9 ട്രേഡിംഗ് സെഷനുകളിലും ഇന്ത്യൻ മാർക്കറ്റിന് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായിരുന്നില്ലെങ്കിൽ കൂടിയിട്ടും ഈ ആഴ്ചയുടെ ആദ്യം 24,200 എന്ന ലെവൽ നിഫ്റ്റിക്ക് വീണ്ടും മറികടക്കുവാനായെങ്കിൽ കൂടിയിട്ടും പിന്നീട് ദിനം പ്രതി മാർക്കറ്റിൽ നിഫ്റ്റി വീക്കൻ ചെയ്യുന്ന വരുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. ആ സമയത്തൊക്കെ എസ്പെഷ്യലി വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും അത്ര സുഗമമല്ലാതിരുന്ന കാലത്തും ഇന്ത്യ വിക്സിൽ ദിനംപ്രതി ഇടിവ് തുടർന്നെങ്കിൽ ഇന്ന് കാര്യങ്ങൾ വിഭിന്നമാകുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇന്ന് ഹൈലി വോൾട്ടൈൽ ആയിരുന്നു. ഏകദേശം 5%-ലേറെ ഉയർച്ച ഇന്ന് ഇന്ത്യ വിക്സിൽ ഇൻട്രാഡേ ബേസിസിൽ രേഖപ്പെടുത്തുക മാത്രമല്ല മിനിഞ്ഞാന്ന് മുതൽ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ത്യ വിക്സിൽ ഹൈലി വോൾട്ടാലിറ്റിയാണ് അനുഭവപ്പെടുന്നത്. ചില സമയത്ത് 5%-ലേറെ ഉയർച്ച അനുഭവപ്പെടുകയാണെങ്കിൽ അര മിനിറ്റിനുള്ളിൽ തന്നെ ഏകദേശം 2.5% ഇടിവും രേഖപ്പെടുത്തുന്നുണ്ട്. അതേ അവസ്ഥ ഇന്നും ഇന്ത്യ വിക്സിൽ അനുഭവപ്പെട്ടെങ്കിലും ഒരുപക്ഷെ സെൻസെക്സ് മന്ത്ലി എക്സ്പയറോടനുബന്ധിച്ചുള്ള വോൾട്ടാലിറ്റി തന്നെയായിരിക്കാം ഇന്ന് ഇന്ത്യ വിക്സിലും ശക്തമായ ഉയർച്ച താഴ്ചകൾക്ക് കാരണമാക്കിയതെങ്കിലും 4.64% ഉയർച്ചയോടുകൂടി ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 11 സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് ഇന്ത്യ വിക്സിന് ക്ലോസിംഗ് രേഖപ്പെടുത്തേണ്ടി വന്നതും നമ്മുടെ മാർക്കറ്റിനെ വീക്കൻ ചെയ്യുവാനും ഇടയാക്കി. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ നേരിയ ഉണർവാണ് അനുഭവപ്പെടുന്നത്. ഏകദേശം 0.5%-അടുത്ത് $88.26 പെർ ബാരൽ എന്ന നിലയിലേക്ക് ബ്രെന്റ് ക്രൂഡിന്റെ വില എത്തിയപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില $82 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് 82.21 എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഏകദേശം ഫ്ലാറ്റ് ആയിട്ട്. അതേസമയം ഗോൾഡിന്റെ വില 4,600 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് $4,581.82 പെർ ഔൺസ് എന്ന നിലയിൽ 0.5% ഇടിവാണ് അനുഭവപ്പെടുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വോഡഫോൺ ഐഡിയ എല്ലാ ടെലികോം സർക്കിളുകളിലും നെറ്റ്വർക്ക് പങ്കിടൽ വ്യാപിപ്പിക്കുന്നതിനായിട്ട് BSNL-ഉം വോഡഫോൺ ഐഡിയയും തമ്മിലൊരു ധാരണയിലെത്തിയതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ടാറ്റ പവർ $490 മില്യൺ ആർബിട്രേഷൻ വിധിക്കെതിരെ കമ്പനി നൽകിയ അപ്പീൽ സിംഗപ്പൂർ ഇന്റർനാഷണൽ കൊമേഴ്സ്യൽ കോടതി തള്ളി. ഇതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ 4.5% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ രേഖപ്പെടുത്തിയതിനെ തുടർന്ന് സ്റ്റോക്കിന്റെ വില അതിന്റെ 7 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കായിട്ട് എത്തിച്ചേരുകയും ചെയ്തു. HDFC ബാങ്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകിയതിലൂടെയും ഭരണ നിർവഹണത്തിലെ വീഴ്ചകളിലൂടെയും അമേരിക്കൻ സെക്യൂരിറ്റീസ് നിയമങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് ബാങ്കിനും അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരെ US-ൽ കേസ് ഫയൽ ചെയ്തെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്നാണ് ഇന്ന് സ്റ്റോക്കിൽ ഇടിവ് രേഖപ്പെടുത്തുവാൻ ഇടയാക്കിയതും. ദേവയാനി ഇന്റർനാഷണൽ, സഫയർ ഫുഡ്സ് ഇന്ത്യയുമായിട്ട് ലയനം കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
സ്കിപ്പർ 1305 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ബിർള സോഫ്റ്റ് ഓർഡർ സ്റ്റാമ്പ് ചെയ്യുന്നതിൽ 4 ദിവസത്തെ കാലതാമസം വരുത്തിയതിന് കമ്പനിക്കെതിരെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ 1.23 കോടി രൂപയുടെ പിഴ ചുമത്തി. ബോംബെ ബർമ ട്രേഡിംഗ് കമ്പനിയുടെ മേലുള്ള 4655.24 കോടി രൂപയുടെ പാട്ടവാടക ബാധ്യത സംബന്ധിച്ച മുൻ നിരീക്ഷണം സുപ്രീം കോടതി ഇന്ന് പിൻവലിച്ചു. ഇതിനെ തുടർന്നാണ് ഇന്ന് സ്റ്റോക്കിൽ 14% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുവാനിടയാക്കിയത്. ബജാജ് ഫൈനാൻസ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴി നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ ഇറക്കി 5000 കോടി രൂപ സമാഹരിക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. കപ്പാസിറ്റി ഇൻഫ്രാ പ്രോജക്ട്സ് ലിമിറ്റഡ് മഹേന്ദ്ര ലൈഫ് സ്പേസിൽ നിന്നും 741 കോടി രൂപയുടെ കോർ ആൻഡ് ഷെൽ നിർമ്മാണ കരാർ കമ്പനിക്ക് ലഭിച്ചു. സിയറ്റ് 107 കോടി രൂപയുടെ ഡിമാൻഡ് സംബന്ധിച്ച കേസിൽ GST അപ്പീലിൽ കമ്പനി വിജയിച്ചു. മാൻ ഇൻഫ്ര കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഷെയർ ബൈബാക്കിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് സെപ്റ്റംബർ 1, 2026 കമ്പനിയുടെ ബോർഡ് യോഗം ചേരും.